വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം, ഇന്ന് ചാനലുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണ വിവാദങ്ങളുമില്ല, എല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങനെയാണ് മുന്നോട്ട് പോകും തോറും ഈ വിഷയത്തിന്റെ ആ ഗൗരവം പൂർണ്ണമായി ഇല്ലാണ്ടാകും. ശബരിമല നട തുറന്നു, ഭക്ത ജനസഹസ്രങ്ങളാണ് ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി SITയോട് പറഞ്ഞ ഒരു മൊഴിയുണ്ട്. ഒരു മാസം ഹൈദരാബാദിൽ ഈ സ്വർണ്ണപ്പാളി എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി, ഈ ഒരു മാസവും അവിടെ വെച്ച് പൂജിക്കുകയായിരുന്നു എന്നതായിരുന്നു. ഒരു മാസം പൂജിച്ചപ്പോ ആ സ്വർണ്ണപ്പാളിക്ക് വന്ന മാറ്റമെന്ത്? ഒരു മാസം പൂജിച്ച വ്യക്തിക്ക് ഇപ്പോഴുള്ള അവസ്ഥ എന്ത്? ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ഭക്തന് തത്വമസി മഹാവാക്യത്തിന്റെ അർത്ഥം എന്താണ്? ശബരിമല ചെന്ന് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. അത് നീയാകുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെയാകുന്നു നിന്നിലും, നീ തന്നെയാകുന്നു എന്നിലും എന്ന ഒരു ഏകീഭാവം. ഈ ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് നിന്നിൽ ഭക്തി ഉണ്ടാകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാണോ ഞാനായി മാറുന്നത് നീ, അന്നാണ് നിന്നിൽ ഭക്തി ഉണ്ടാവാൻ ആരംഭിക്കുന്നത് എന്നാണ് തത്വമസി മഹാവാക്യത്തിന്റെ അർത്ഥം. അതിനെ പറഞ്ഞു തെറ്റിച്ചു. ഞാനും നീയും ഒന്നാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ നിന്ന് ആ കള്ളൻ ഭഗവാനിലേക്ക് നോക്കിയത്. ഞാനും നീയും ഒന്നാണെങ്കിൽ ഭഗവാന് കൊടുത്തിരിക്കുന്ന സ്വർണം എന്റേതാണല്ലോ,